എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 24 ഫെബ്രുവരി 2023 ഹിന്ദു ന്യൂസ് റിവ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ്. എല്ലാവർക്കും ഉപയോഗപ്രദമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. GST റവന്യൂവിനെ കുറിച്ചാണ് ആദ്യത്തെ ന്യൂസ്. GST റവന്യൂസ് ഹിറ്റ് റെക്കോർഡ് 1.59 lakh crore ഇൻ ജനുവരി. അപ്പോൾ ജനുവരിയിൽ GST റവന്യൂവിൻ്റെ കണക്കാണ് പറയുന്നത്. അപ്പോൾ റെക്കോർഡ് ഹൈ ആണെന്നാണ് പറയുന്നത്. 1.59 lakh crore ആണ് GST നികുതി വരുവാനായിട്ട് ഇന്ത്യക്ക് ലഭിച്ചതെന്ന് പറഞ്ഞു. ഇന്ത്യസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റവന്യൂ ഗ്രോ 12.7% ഇൻ ജനുവരി ടു ഹിറ്റ് almost 1.59 lakh crore, the second highest monthly collections on record as per the revised figures from the Finance Ministry. Earlier estimates of GST revenue of January had pegged collections at about 1.56 lakh crore till the evening of January 31, 10.6% higher than the GST receipts in January 2022. ജനുവരി 2022 10.6% ഹയർ ആണ് ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ GST എന്താ പറയുക റവന്യൂസ് കൂടിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കേണ്ടത്. ഡൊമസ്റ്റിക് എക്കണോമിക് ആക്ടിവിറ്റി റിമെയിൻസ് റോബസ്റ്റ് ഈവൻ ആസ് ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗൺ മെറ്റീരിയലൈസസ് ആസ് എവിഡൻറ്റ് ഇൻ ദ സെക്കൻഡ് ഹയസ്റ്റ് എവർ GST കളക്ഷൻസ് ഓഫ് 1.6 lakh crore. എപ്പോഴും ഇങ്ങനെയുള്ള ന്യൂസിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ഡൊമസ്റ്റിക് എക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റി റോബസ്റ്റാണ്, വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ നമ്മൾ ഒരു ന്യൂസ് പറഞ്ഞിരുന്നു, അതായത് IMFൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്ത്യ 15% ഓഫ് ദി ഗ്ലോബൽ ഗ്രോത്ത് എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇന്ത്യ ആണ് എന്ന രീതിയിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ GST റവന്യൂസ് കാണിക്കുന്നത് എന്താണ് ഈ വാർത്തയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്ലോബലി ഈ പറയുന്ന വാറ്, യുക്രൈൻ റഷ്യ വാറ്, അങ്ങനെ അതുപോലെ തന്നെ പാൻഡമിക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ ഗ്ലോബൽ ഗ്രോത്ത് സ്ലോഡ് ആണെങ്കിലും കുറവാണെങ്കിലും ഇന്ത്യയുടെ ഗ്രോത്ത് റോബസ്റ്റ് ആണെന്ന് കാണിക്കുന്നത്, ഇന്ത്യയുടെ ഗ്രോത്ത് വളരെ എഫിഷ്യൻ്റ് ആണെന്ന് കാണിക്കുന്ന എക്കോണമിക് ആയിട്ടുള്ള പാരാമീറ്ററിൽ ഒന്ന് ആയി വേണം GST റവന്യൂവിൻ്റെ ഈ കൂടുതലിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കെന്താ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യയിൽ, അതായത് ഡൊമസ്റ്റിക് എക്കോണമിക് ആക്ടിവിറ്റീസ് വളരെ റോബസ്റ്റാണ്, വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള എക്കോണമിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ട് എന്ന് വേണം കരുതാൻ. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ന്യൂസ് കണക്റ്റഡ് ആയതുകൊണ്ട് പറയുകയാണ്. SL നോഡ്, അതായത് ശ്രീലങ്ക നോഡ് ഫോർ അദാനി വിൻഡ് പവർ പ്രൊജക്റ്റ്. Crisis hit Sri Lanka has approved a $442 million wind power project of Adani Green Energy barely a month since the multinational conglomerate stock plummeted following US-based short seller Hindenburg's damaging report on the group. Adani, an leading Indian company, received the approval to start 2 wind power plants in Mannar and Punerian areas of northern Sri Lanka. The Board of Investments of Sri Lanka said on Wednesday. അപ്പോൾ അദാനി ഗ്രൂപ്പിന് ഇങ്ങനെയൊരു പ്രശ്നത്തിലിരിക്കുകയാണെങ്കിൽ പോലും ശ്രീലങ്കയിൽ 2 വിൻഡ് ഫാംസ് ഉണ്ടാക്കാൻ വേണ്ടി പെർമിഷൻ ശ്രീലങ്ക കൊടുത്തിരിക്കുകയാണ് അദാനി വിൻഡ് പവർ പ്രൊജക്ട്സിന്. അപ്പോൾ അദാനിയുടെ സ്റ്റോക്ക് വാല്യൂസ്, അദാനി ഗ്രൂപ്പ് കമ്പനീസിൻ്റെ സ്റ്റോക്ക് വാല്യൂസ് താഴെ പോകാനുള്ള കാരണം ഈ പറഞ്ഞ ഹിൻഡൻബർഗ്സ് റിപ്പോർട്ടാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത എഡിറ്റോറിയൽ റൈറ്റ്സ് അറ്റ് ദ സെൻറ്റർ. ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് മസ്റ്റ് ബി ദ ഫോക്കസ് ഓൾവേസ്, നോട്ട് ജസ്റ്റ് ഇൻ കസ്റ്റഡി ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ ഇതിൽ കുട്ടികളുടെ റൈറ്റ്സിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുടെ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ചൈൽഡ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാർട്ടർ ഓഫ് ഇറ്റ്സ് കൈൻഡ് എൻഷുറിംഗ് ബേസിക് റൈറ്റ്സ് ടു ദ ചിൽഡ്രൻ ബിലോ 18 years. ഇങ്ങനൊരു റൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു ചാർട്ടർ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ഉണ്ടായിരുന്നു. അത് 1959 1959 നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യ അത് റാക്ടിഫൈ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു എഫേർട്ടാണ് ഈ ചിൽഡ്രൻസ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുടെ 1959 ചാർട്ടർ ഓഫ് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി അഡോപ്റ്റ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട റൈറ്റ്സ്. അപ്പോൾ ആദ്യത്തെ കൈൻഡാണെന്ന് പറയുന്നത്. മാൻകൈൻഡ് ഓസ് ടു ദ ചൈൽഡ് ദ ബെസ്റ്റ് ഇറ്റ് ക്യാൻ ഗിവ്, യെറ്റ് ഇറ്റ് ഈസ് വെൽ ഡോക്യുമെൻറ്റഡ്. ചിൽഡ്രൻ ബിക്കോസ് ഓഫ് ദർ വൾണറബിലിറ്റി ഓഫൺ ബിക്കംസ് ദ വിക്ടിംസ് ഓഫ് അബ്യൂസ് ഓഫ് പവർ ബൈ വെരി പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് വിത്ത് ദർ പ്രൊട്ടക്ഷൻ. ശരിക്കും സംരക്ഷിക്കേണ്ടവർ തന്നെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നു കുട്ടികളെ. അപ്പോൾ ദ അഡ്വാൻസ്മെൻറ്റ് ഇൻ ഡിജിറ്റൽ ടെക്നോളജി ഹാവ് ഹെൽപ്ഡ് ഓൺ മെനി ഫ്രണ്ട്സ് ഫ്രോം രജിസ്ട്രേഷൻ ഓഫ് ബേർത്ത് ക്രിയേറ്റിംഗ് എ ലീഗൽ ഐഡൻറ്റിറ്റി ടു ഹെൽത്ത് കെയർ, ബട്ട് ഇൻ ഇറ്റ്സ് ഫോർവേഡ് മാർച്ച് ഷുഡ് ബി നോട്ട് ട്രാമ്പിൾ ഓൺ ദ റൈറ്റ്സ് ഇൻറ്റഗ്രൽ ടു ദ ഹാർമോണിയസ് അപ്ബ്രിങ്ങിങ് ഓഫ് എ ചൈൽഡ്. അപ്പോൾ ഇതൊരു ജനറൽ ടോപ്പിക്കാണ്. പിന്നെ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുടെ ചാർട്ടർ ഓഫ് റൈറ്റ്സ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാർട്ടർ ഓഫ് റൈറ്റ്സ് 1959 ആണെന്നുള്ളത് ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള പോയിൻ്റാണ് ഓർമ്മിക്കാൻ. അതിൻ്റെ കൂടെ ശരിക്കും ടെക്നോളജി വർദ്ധിച്ച സമയത്ത് നമുക്ക് കുട്ടികളുടെ ബേർത്ത്സ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ റൈറ്റ്സ് ഇൻഫ്രിഞ്ച് ചെയ്യരുത് അല്ലെങ്കിൽ ഹനിക്കപ്പെടരുത് എന്നാണ് എഡിറ്റോറിയൽ മുഴുവനായിട്ടും പറയുന്നത്. എന്തൊക്കെയാണ് കറണ്ട് ചലഞ്ചസ്,
അപ്പോൾ അതുപോലെ തന്നെ ഈ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളെ അനാവശ്യമായിട്ട് വലിച്ചടക്കരുത്. കാരണം ഇപ്പോൾ സെക്കൻഡ് പല കേസുകളിലും സെക്കൻഡ് ചൈൽഡിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ചൈൽഡിൻ്റെ എന്താണ് പറയുക, പിന്നെ പെറ്റേണിറ്റി ലിങ്ക് എന്ന് പറയുന്നത്, അതായത് അച്ഛനാരാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ടെസ്റ്റുകൾ, അപ്പോൾ അത് ശരിക്കും കുട്ടിയുടെ റൈറ്റ്സിൻ്റെ ഇൻഫ്രിഞ്ച്മെൻ്റ് ആണെന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ പെറ്റീഷൻ ഫൈൽഡ് ബൈ എ മാൻ ഹു ക്വസ്റ്റ്യൻഡ് ഹിസ് സെക്കൻഡ് ചൈൽഡ്സ് പെറ്റേണിറ്റി. ജസ്റ്റിസ് V. Ramasubramanian and B.V. Nagaratna observed that genetic information sheds light on a person's essence, going to the very heart of who is she or he. This intimate personal information is part of the child's fundamental right. The court said children have the right, it pointed out, not to have their legitimacy questioned ഫ്രിവിലിയസ്ലി ബിഫോർ എ കോർട്ട് ഓഫ് ലോ. എപ്പോഴും അവരുടെ പെറ്റേണിറ്റിയോ അല്ലെ അവരുടെ റൈറ്റ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയുള്ള പെറ്റീഷൻസ്, സെക്കൻഡ് ചൈൽഡിൻ്റെ ഫാദറാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ജനറ്റിക് ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള മിയർ ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളുടെ റൈറ്റ്സ് ഹനിക്കപ്പെടരുത് എന്ന് കോടതി പോലും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ പറയുന്ന എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ള കൺവെൻഷൻസിൻ്റെ അതുപോലെ തന്നെ എന്തൊക്കെയോ രീതിയിലുള്ള ചൂഷണങ്ങളെയൊക്കെ, കുട്ടികൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെയൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരു ബ്രോഡർ സെൻസിലാണ്. ഡയറക്റ്റിംഗ് കോർട്സ് ടു അക്നോളജ് ദാറ്റ് children must not be regarded as material objects and they subjected to forensic bar DNA testing only as a last resort, particularly when they are not parties to a divorce proceedings. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയുള്ള DNA ടെസ്റ്റിംഗ് മറ്റേതൊക്കെ സ്പെഷ്യലി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വളരെ ലാസ്റ്റ് റിസോർട്ടായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് പറയുന്നത്, ഇന്ത്യ റാറ്റിഫൈഡ് ദ കൺവെൻഷൻ ഇൻ 1992 ആൻഡ് ഓവർ ദ ഇയേഴ്സ് സെവറൽ ലോസ് ഹാവ് ബീൻ എനാക്റ്റഡ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, though their implementation has often been dodgy, failing to shield them from abuse, violence, exploitation or neglect. The principle of best interest of the child must be at the center of every aspect of social behavior and not just in custody disputes. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ്റെ എഫേർട്സ്, ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ, നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്കീംസ് ഉണ്ട്, നിയമങ്ങളുണ്ട്, അവരുടെ എംപവർമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് പ്രശ്നം. MGNREGS നമ്മൾ കണ്ടിട്ടില്ലേ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, നോവൽ സ്കീമാണ്, വളരെ നല്ല സ്കീമാണ്, ഒരുപാട് റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ്. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫിലോസഫി എസൻസ് ഒക്കെ നല്ലത് തന്നെ, പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ പോയി കഴിഞ്ഞാൽ പോയി. അതുപോലെയാണ് ചില നിയമങ്ങൾ ഇന്ത്യയിൽ. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നു, ചില ഇംപ്ലിമെൻറ്റേഷൻ ആൾക്കാരെ എന്താ പറയുക നെഗ്ലക്റ്റ് കാരണം ചില നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ എന്താ പറയുക പ്രശ്നങ്ങൾ ഈ പറയുന്ന നിയമങ്ങളിലുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരെ എന്താ പറയുക വളരെ നല്ല രീതിയിൽ അപ്ബ്രിങ് ചെയ്യണം എന്നാണ് വളരെ ബ്രോഡർ സെൻസിൽ ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഇതൊരു RTA ആപ്ലിക്കേഷൻ്റെ റിസൾട്ടായിട്ടാണ് പറയുന്നത്. 60% ഓഫ് ഇന്ത്യസ് വോട്ടേഴ്സ് ലിങ്ക്ഡ് ആധാർ ടു വോട്ടർ ID RTA. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 60% ഓഫ് ഇന്ത്യൻ വോട്ടേഴ്സ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊരു മാൻഡേറ്ററി എക്സസൈസ് അല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, അത് മാൻഡേറ്ററിലി ആധാറും വോട്ടർ ID കൂടെ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഫോഴ്സ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഓവർ 60% ഓഫ് ഇന്ത്യസ് 94.5 crore വോട്ടേഴ്സ് ഹാവ് ലിങ്ക്ഡ് ദെയർ ആധാർ ടു ദെയർ വോട്ടർ IDs. ദ ഇലക്ഷൻ കമ്മീഷൻ ഡിസ്ക്ലോസ്ഡ് ഇൻ റൈറ്റ് ടു ഇൻഫർമേഷൻ റെസ്പോൺസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഹിന്ദു. ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഹു ഹാവ് ലിങ്ക്ഡ് ദെയർ ആധാർ ഈസ് 56,90,83,090. ഇത്രയും പേരാണ് എൻറോൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് മാൻഡേറ്ററി അല്ല എന്ന രീതിയിലാണ് പൊതുവേ പറഞ്ഞിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഫോഴ്സ്ഫുള്ളി ചെയ്തിരുന്നു എന്നും പറയുന്നു. സ്പോർട്സ് ന്യൂസിൽ ഇന്ത്യക്ക് വീണ്ടും തിരിച്ചടിയാണ് എന്ന് പറയുന്നു. സെമിഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു എന്ന വാർത്തയാണ് ICC T20 വേൾഡ് കപ്പ്, വുമൻസ് വേൾഡ് കപ്പ് നടന്ന ആ ദിവസം ഇന്നലത്തെ മാച്ചിൻ്റെ റിസൾട്ട് പറയുന്നത്. ഹർമൻപ്രീത് ബിസേർ റൺഔട്ട് ലീവ്സ് ഇന്ത്യ അഗണൈസിംഗ്ലി ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്യത്തിൽ ഷോട്ടായി എന്നാണ് പറയുന്നത്. ബിസേർ റൺഔട്ട് എന്ന് പറഞ്ഞാൽ വളരെ വിയേർഡായിട്ടില്ല, വളരെ ആശ്ചര്യത്തോടു കൂടിയില്ല, ഭയങ്കര എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള റൺഔട്ടാണ്, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക ഒരു അൺകോമൺ ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നു. കാരണം എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള റിമാർക്കാണത്. Her bat got stuck on the ground and she fails to reach the crease while going for a second run. അപ്പോൾ ബാറ്റ് സ്റ്റക്കായി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ വീണ്ടും സെമിഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഗ്രൂപ്പ് സ്റ്റേജസിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ മാച്ച് ഹോണ്ട് ചെയ്യാൻ പാടില്ല, ഇത്തവണ ജയിക്കണം എന്ന രീതിയിൽ. പക്ഷേ ഇത്തവണ ജയിച്ചില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ ഹിന്ദു ന്യൂസ് റിവ്യൂ. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.